ഇനി അവസാന ദിനത്തിലെ വോട്ടോട്ടം എങ്ങനെയാണെന്ന് നോക്കാം. കൊച്ചിയിൽ നിന്ന് ഷുക്കൂറും കോട്ടയത്ത് നിന്ന് ജോസി ബാബുവാണ് ചേർന്നത്. ആദ്യം ഷുക്കൂറിലേക്ക് പോവുകയാണ്. ഷുക്കൂർ, നിശബ്ദ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളാണ്. ഇനി തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഈ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്താൻ പോയിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അവസാന വട്ട ഓട്ടത്തിൽ ഓരോ വോട്ടും ഉറപ്പിക്കുക എന്നതാണ് സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഇപ്പോൾ കൊച്ചിയിലേക്ക് കാഴ്ച എന്താണ്? അവസാന മണിക്കൂറുകളിൽ പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും. വിട്ടുപോയ ചില ആളുകളെ പ്രത്യേകം പോയി കണ്ട് ആ വോട്ട് കൂടി ഉറപ്പിക്കാനുള്ള ഒരു പരിശ്രമം എല്ലാ സ്ഥാനാർത്ഥികളും തുടരുന്നു. ഒപ്പം തന്നെ ലഭിക്കില്ല എന്ന് കരുതുന്ന ചില വോട്ടർമാരെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ നേരിട്ട് വിളിക്കുന്നു, സംസ്ഥാന നേതാക്കൾ തന്നെ നേരിട്ട് വിളിക്കുന്നു. ആ അർത്ഥത്തിൽ വലിയ പരിശ്രമം LDF-ന്റെയും UDF-ന്റെയും BJP-യുടെ നേതാക്കൾ അവസാന മണിക്കൂറുകളിലും നടത്തുന്നതാണ് കൊച്ചിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാഴ്ച. നമുക്കറിയാം, ഇവിടെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്നത് തൃപ്പൂണിത്തറ നഗരസഭയിലാണ്. തൃപ്പൂണിത്തുറ നഗരസഭയിൽ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ BJP ശക്തമായ ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. കഴിഞ്ഞ CPM-ന്റെ ജില്ലാ സമ്മേളനത്തിൽ പാർട്ടി വിലയിരുത്തിയത് തൃപ്പൂണിത്തുറയിൽ സാംസ്കാരിക മാറ്റം സംഭവിച്ചു, ഹിന്ദുത്വത്തിന് അനുകൂലമായ സാംസ്കാരിക മാറ്റം സംഭവിച്ചു എന്ന് വിലയിരുത്തിയ പ്രദേശമാണ് തൃപ്പൂണിത്തുറ നഗരസഭ ഇത്തവണ BJP പിടിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നൊരു ആത്മവിശ്വാസത്തിലാണ് BJP നേതാക്കൾ സ്വകാര്യമായി പോലും പറയുന്നത്. അതിനെ മറികടക്കാനുള്ള ഒരു വലിയ പദ്ധതി CPM തയ്യാറാക്കിയിട്ടുണ്ട്. CPM-ഉം അതുപോലെ തന്നെ BJP-യുമാണ് തൃപ്പൂണിത്തുറ നഗരസഭയിൽ ശക്തമായ പോരാട്ടം നടത്തുന്നത്. ആ ഒരു ആവേശം തൃപ്പൂണിത്തുറയിൽ പ്രകടമാണ്. മറ്റൊന്ന്, മലയോര മേഖലയിൽ ക്രൈസ്തവ ഭൂരിപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ച് LDF നടത്തുന്ന പ്രത്യേക പ്രചാരണമാണ്. ഒരു ഭൂരിപക്ഷ ക്രൈസ്തവ ഏകീകരണം LDF-ന് അനുകൂലമായി ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ LDF കേന്ദ്രങ്ങൾ പങ്കുവെക്കുന്നു. ആ അർത്ഥത്തിലുള്ള പ്രത്യേക ഒരു ക്യാമ്പയിൻ രീതി തന്നെ LDF ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് പറയാം. പ്രത്യേകിച്ച് മുസ്ലിം തീവ്രവാദികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു എന്ന രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ LDF-ന്റെ താഴെ തട്ട് മുതൽ നടക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വികസനം തന്നെയാണ്. കൊച്ചി കോർപ്പറേഷൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ വികസനം പ്രധാനപ്പെട്ട വിഷയമാണ്. മാലിന്യ നിർമ്മാർജ്ജനം പ്രധാനപ്പെട്ട വിഷയമായി ഉന്നയിക്കപ്പെടുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചി കോർപ്പറേഷന്റെ മാലിന്യ സംസ്കരണത്തിൽ വീഴ്ചയുണ്ട് എന്നൊരു UDF ക്യാമ്പയിൻ വളരെ ശക്തമായി ഉയർന്നു വന്ന ഘട്ടത്തിലാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ മേയർ M. അനിൽകുമാർ നേരിട്ട് സന്ദർശിക്കുന്നതും അവിടുത്തെ CBG പ്ലാന്റിന്റെ ദൃശ്യങ്ങൾ പുറത്തെത്തിക്കാൻ പരിശ്രമിക്കുന്നതും അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന ഒരു പരാതിയുമായി UDF രംഗത്ത് വന്നു. അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ കടമക്കുടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ UDF-ന് സ്ഥാനാർത്ഥിയില്ല എന്നുള്ളതാണ്. UDF-ന് ആ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ വോട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിൽ ആർക്കും വോട്ട് ചെയ്യേണ്ട എന്നൊരു നിർദ്ദേശമാണ് അണികൾക്ക് പരോക്ഷമായി UDF നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മൂവാറ്റുപുഴ, അതുപോലെ തന്നെ കോതമംഗലം, കൂത്താട്ടുകുളം നഗരസഭകളാണ്. കൂത്താട്ടുകുളം നഗരസഭ LDF-നെ സംബന്ധിച്ച അഭിമാന പ്രശ്നമാണ്. ഒരു LDF വിമതനെ കൊണ്ടുവന്ന് UDF ഭരണം പിടിച്ച നഗരസഭ കൂടിയാണ് കൂത്താട്ടുകുളം. കലാരാജു എന്ന ആ LDF വിമതയെ പിന്നീട് ചെയർപേഴ്സണാക്കി ആ ഭരണം പിടിച്ച UDF അവിടെ വലിയ ആഘോഷം തന്നെ നടത്തി. ആ അർത്ഥത്തിൽ അവിടെയും ഒരു ശക്തമായ മത്സരം LDF-ഉം UDF-ഉം നടത്തുന്നു. എന്തായാലും എറണാകുളം UDF-ന്റെ കയ്യിലുള്ള ഒരു ജില്ലയായാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ UDF-ന് എറണാകുളം നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും തുടക്കത്തിൽ തന്നെ അവർക്ക് ലഭിക്കേണ്ട ഒരു നേട്ടമാണ്. അതുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി എറണാകുളത്ത് നിന്ന് ഉയരുന്നത്. LDF-ഉം ഈ സർക്കാരിന്റെ വികസന നേട്ടങ്ങളും കൊച്ചി കോർപ്പറേഷന്റെ അടക്കമുള്ള വികസന പദ്ധതികളും മുന്നോട്ട് വെച്ചാണ് അവർ വോട്ട് തേടുന്നത്. അവസാന നിമിഷത്തിലും അവരുടെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ബുക്ക്ലെറ്റുകൾ ജോസി ബാബുവിലേക്ക് പോവുകയാണ്.